ഈ വ്യാജ പരാതി എങ്ങനെ വിജയിക്കും? ITV ന്യൂസ് പലപ്പോഴായി നിരവധി വീഡിയോകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ മുതൽ നമ്മുടെ മാധ്യമ ജഡ്ജിമാർ വിചാരണ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇക്കാര്യം സൂക്ഷിക്കണം. കാരണം അവന്മാർ ഇത് പറയത്തില്ല. കാരണം മേടിച്ച പണത്തിൻ്റെ പണിയെടുക്കുന്ന ഇവന്മാർ ഈ വിഷയങ്ങളൊന്നും ഒരിക്കലും ജനങ്ങളോട് പങ്കുവെക്കത്തില്ല. വളരെ ഏകപക്ഷീയമായി അതിജീവിത എന്ന് പറഞ്ഞ് ഇവന്മാരുടെ കെട്ടിയിറക്കിയ ആ നാടകക്കാരിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇറങ്ങുന്നത്. ഒരു ഇരയുടെ, ഒരു അതിജീവിതയുടെ ഒരു ഫീൽ ഉണ്ടാക്കാനും വളരെ ക്രൂരമായ പീഡനങ്ങളിൽ ഏറ്റുവാങ്ങി എന്നൊക്കെ പറഞ്ഞ് വളരെ വികാരപരമായി ഇവന്മാർ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലോർക്കേണ്ടുന്ന ഒരു കാര്യം, ബഹുമാനപ്പെട്ട കോടതിയിൽ ഇന്നലെ അഭിഭാഷകൻ കോടതിയുടെ മുന്നിൽ വെച്ച കാര്യങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഉണ്ടാവണം. ഈ അതിജീവിത, റേപ്പിനിരയായവർ എന്നൊക്കെ പറയുന്നവർ ഈ മാധ്യമങ്ങളൊന്നും പറയാത്ത, അല്ലെ എടുത്തു പറയാത്ത, വിസ്മരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവർ പതുക്കെ പറയുന്ന, അല്ലെങ്കിൽ അവർ പുറത്തുവിടാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അതിജീവിത അല്ലെങ്കിൽ റേപ്പ് വിക്ടിം എന്ന് പറയുന്നവർ ഒരു വിവാഹിതയായിരുന്നു. ആ വിവാഹബന്ധത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചാണ് ഇതുപോലൊരു പ്രേമബന്ധത്തിൽ അവർ എത്തുന്നത് എന്നത് കാര്യം അവർ ബോധപൂർവം മറക്കുന്നു. അവർ എങ്ങനെ ഇരയാകും? ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളുടെയും സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ ചാറ്റുകളുടെയും എല്ലാം തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. അപ്രകാരം നല്ല ബന്ധമുള്ള, സൗഹൃദമുള്ള ആ സൗഹൃദം ഇപ്രകാരം ഒരു ബന്ധത്തിലേക്ക് നീണ്ട ശേഷം പരസ്പരം സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടും അതിനെ റേപ്പ് എന്നെങ്ങനെ വിളിക്കാൻ പറ്റും? കൃത്യമായ കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഇപ്രകാരം നല്ല ബന്ധത്തിൽ ഇരുന്ന ശേഷം, ഉഭയകക്ഷി സമ്മതപ്രകാരം ഇത്തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം അത് ബ്രേക്കപ്പ് ആകുമ്പോൾ യാതൊരു കാരണവശാലും ഒരു ബലാത്സംഗ കുറ്റം ചാർത്താനോ ചുമത്താനോ സാധ്യമല്ല എന്ന് കോടതിയുടെ നിരീക്ഷണമുണ്ട്. അത് പൊളിയുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഇവർ പറഞ്ഞു, വെറും 4 ദിവസം മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ. അല്ല, 4 ദിവസമല്ല, അതിൽ കൂടുതൽ ദിവസങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ ഭർത്താവ് തന്നെ നൽകിയ തെളിവുകൾ രാഹുൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആ വാദവും പൊളിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയല്ല. ഈ കാര്യങ്ങളിലേക്കെല്ലാം വരുമ്പോൾ, അപ്രകാരം ഒരു അപ്രോച്ച് ഉണ്ടാകുമ്പോൾ തന്നെ അവർക്ക് പരാതി കൊടുക്കുവാൻ എല്ലാ അവസരങ്ങളും എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. ഒരു മോശം സംസാരം ഉണ്ടാകുമ്പോൾ കൃത്യമായി വിലക്കാനുള്ള വിവരവും വിവേകവും പ്രായവും പക്വതയും ഉള്ളവരാണവർ. അതല്ല ഒരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടാകുമെങ്കിൽ പോലും അവർക്ക് പരാതി പറയാം. അതൊന്നും ഉണ്ടാകാതെ നിരവധി തവണ ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് ചിരിക്കുകയല്ലാതെ പിന്നെ എന്താണ് മാർഗമുള്ളത്? നിരവധി തവണ ബലാത്സംഗത്തിനിരയായി. എന്നിട്ട് ഇവർ ഇപ്രകാരം ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു സേഫ് സെക്സ് എങ്ങനെ ചെയ്യണം എന്നുള്ള വിവരവും ബോധവുമുള്ളവർ. അതുപോലെ തന്നെ ആരെങ്കിലും കൊടുക്കുന്ന ഗുളിക മേടിച്ച് കഴിക്കുകയാണോ ചെയ്യുന്നത്? അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഹോസ്പിറ്റലിൽ പോയി ചെയ്തതാണ് എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ, രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും പരാതി കൊടുത്തില്ല. അതിലെല്ലാം ഉപരി ഏറ്റവും വലിയ ക്രൈം ചെയ്തത് ഈ യുവതിയാണ്. കാരണം അവരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകി. ഇതിനെക്കുറിച്ച് ആരും ശബ്ദിക്കുന്നില്ല. അവിടെ സ്വകാര്യ സംഭാഷണങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകി വ്യക്തിഹത്യ ചെയ്തു. ഇപ്രകാരം ഈ വിഷയം വെളിയിൽ വിട്ടു. ഈ പ്രശ്നം ഒരു സങ്കീർണമാക്കിയത് ഈ യുവതി തന്നെയാണ്. അത് ഒരു കോടതിയിലും ഒരു വ്യവസ്ഥയിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇവർ ചെയ്തത്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായത് ഈ വിഷയത്തിൽ രാഹുലിന് മാത്രമാണ്. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അയാൾ ഇതിനെല്ലാം അതീതനായിരിക്കണം, സംശുദ്ധമായ സ്വഭാവം ഉണ്ടാവണം, മാതൃകയാവണം എന്ന കാര്യത്തിൽ നിന്നും യാതൊരു തർക്കമില്ല. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ ഏകപക്ഷീയമായി ഒരാളെ വളഞ്ഞിട്ടാക്രമിക്കുമ്പോഴാണ് നമ്മൾ ഈ വിഷയത്തെ ഒരു ഒബ്ജക്റ്റീവായി ഇപ്രകാരം നമ്മൾ അനലൈസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്രകാരം എല്ലാം ചെയ്തു. ഗർഭചിത്രം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തി അവസാനം ഇവരുടെ
ഇത് കൃത്യമായ ഒരു ട്രാപ്പാണ്, ഒരു ഹണി ട്രാപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതല്ലെങ്കിൽ കോടതിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഒന്ന്, ഈ പറഞ്ഞ സ്വകാര്യ സംഭാഷണങ്ങളടക്കം ഇവർ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. അവർ ഇത് ബാർഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. പല പല ഘട്ടത്തിൽ പല പല സ്റ്റേജിൽ വെച്ച് ഇത് ഇയാളെ ബാർഗെയിൻ ചെയ്യുകയാണ്. ആ ബാർഗെയിനിങ്ങിന് ഇയാൾ വശംവദനാകാതിരിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും അതിൻ്റെ തീവ്രത കൂട്ടി 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 അവസാനം ഇതാ കേക്കച്ചനും സംഘത്തും ഇവളെ സമർത്ഥമായി ഉപയോഗിക്കുന്നു. അവർ അവിടെ കൃത്യമായിട്ട് അന്നേരം നോക്കുക, പോലീസിൻ്റെ കയ്യിലല്ല പരാതി കൊടുക്കുന്നത്. ഇപ്രകാരം ഒരു വിവാദമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് സ്വമേധയാ കേസെടുത്തു, ഒരു സ്പെഷ്യൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കി. അവർ പലപ്പോഴും ഇവരോട് ആവശ്യപ്പെട്ടപ്പോൾ പോലും പരാതിയില്ല. അവർക്ക് കൊടുത്ത ആ സ്റ്റേറ്റ്മെൻ്റ് അല്ല പിന്നീട് കൊടുക്കുന്നത്. അതിന് കൃത്യമായി അത് കൃത്യമായി കെട്ടിച്ചമച്ചതാണെന്ന് ആർക്കും മനസ്സിലാകും. അതുപോലെ ഇതിൻ്റെ ഓരോ സ്റ്റേജിലും വളരെ നാടകീയത. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയാണ് അവസാനം ഈ പരാതി ഇവർ കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിയല്ല. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വെറും ഒരു ഗ്ലോറിഫൈഡ് പോസ്റ്റ്. ആ പദവിയിൽ ഇന്നിരുന്ന് നാളെ പോകേണ്ട ഒരാൾ, ഒരു ജനപ്രതിനിധി എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ജുഡീഷ്യൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കോമ്പിറ്റൻസി ആ പദവിക്ക് ഇല്ല. അപ്രകാരം ഒരു രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് ഈ വിഷയം എന്തിനെത്തി, ഈ വിഷയമായിട്ട് എന്തിനു സംസാരിക്കുന്നു? അപ്പോൾ കൃത്യമായി അയാളല്ലേ ഡയറക്റ്റ് ചെയ്യേണ്ടുന്നത്, നിങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. അപ്രകാരം ഒന്നും ചെയ്യാതെ പരാതി സ്വീകരിക്കുന്നു, DGPയെ വിളിച്ചു വരുത്തുന്നു, അല്ലെന്നു അദ്ദേഹത്തിന് പരാതി കൈമാറുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്ന കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് ആ സർക്കാരിൻ്റെ എല്ലാ സഹായവും ഇതിനെ ഒരു പൊളിറ്റിക്കൽ ടൂളാക്കി, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ സെൻ്റാക്കാൻ മാറ്റാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അത്. ഈ വിഷയങ്ങളൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഇതെല്ലാം ബാക്കി രാഹുലുമായി ബന്ധപ്പെട്ട ആളെ എങ്ങനെയൊക്കെ വ്യക്തിഗത ചെയ്യാൻ പറ്റുമോ അപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തൊക്കെ, രാഹുൽ സഞ്ചരിച്ച കാറ് വിവാദം, താമസിക്കുന്ന സ്ഥലം, മാറി നിൽക്കുന്നത് പ്രശ്നം, ഇത്തരത്തിലുള്ള ഒന്നോർക്ക് കള്ളപ്പരാതി കൊടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് മുങ്ങി എന്ന് പറഞ്ഞാണ് പ്രചരണം നടത്തുന്നത്. ഇപ്പോൾ എനിക്കെതിരെ നോക്കുക, ഒരു മാധ്യമപ്രവർത്തകന്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്രകാരം നീതി നിഷേധം ഉണ്ടാകുമ്പോൾ ഇത് ഏകപക്ഷീയമായി വാർത്തകൾ വളച്ചു കുടിക്കുമ്പോൾ സത്യം പറയും, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, സത്യം എന്താണെന്ന് പറയുവാൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഇത് വ്യാജ പരാതിയാണെങ്കിലും ഒരു ഇരയുടെ പരിവേഷ നിയമം അവർക്ക് നൽകുമ്പോഴും അതിനെ മാനിച്ചുകൊണ്ട് ആ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് അവരുടെ ഐഡന്റിറ്റിയോ ഫോട്ടോയോ കാര്യങ്ങളൊന്നും വിടാതെ സത്യസന്ധമായ കാര്യങ്ങൾ ആണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അവകാശമാണ്. ആ പണി മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്രകാരം ചെയ്ത എനിക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് ഇട്ട് കേസെടുക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നാവടപ്പിക്കുക, ഇവരുടെ ഏകപക്ഷീയമായ സംഘടിതമായ ഈ ആക്രമണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന, ഇവർ ക്രിയേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്ന ആ നറേറ്റീവിന് എഗൻസ്റ്റായി ഒരു കാര്യം പറയുന്ന, ഇവർ സംഘടിതമായി നിന്ന് ജനങ്ങളുടെ മനസ്സിൽ ഈ കപടത കുത്തിവെക്കുമ്പോൾ, ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ, അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ആ സത്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു വരരുത് എന്ന് കരുതിയാണ് എനിക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വിഷയം ഒന്നുകൂടി ഞാൻ പറയുന്നത് നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇത് വീണ്ടും വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിഷയം ഇപ്പോഴും ഒരു മാധ്യമങ്ങളും പറയുന്നില്ല. അവർ ഇപ്പോഴും ഇരവാദം മുഴക്കി ഈ വ്യാജ പരാതിക്ക് സകല ഒത്താശയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വിഷയം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം ഇന്ന് ഈ മാധ്യമ വ്യഭിചാരികൾ ഇന്ന് രാവിലെ മുതൽ നാടകം ആരംഭിക്കും. ശ്വാസം വിടാൻ പോലും ശ്രമിക്കാതെ നിന്ന് നമ്മളുടെ മസ്തിഷ്കത്തെ പ്രക്ഷോളനം ചെയ്യുന്ന തരത്തിലുള്ള പണികൾ ഇവന്മാർ നടത്തുമ്പോൾ ഓർക്കുക, മേടിച്ച പണത്തിന് ഇവന്റെ മുതലാളിമാർ
കണക്ക് പറഞ്ഞ് മേടിച്ച ആ പണത്തിന് പണി ചെയ്യുകയാണ് ഇവന്മാർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതിക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി രാഹുലിന് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം വിധിക്കായി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.